പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, അതീവ ദുഃഖത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ ലഭിച്ച അറിവ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഇളയ അനുജനെ പോലെ സ്നേഹിച്ച, തൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ബഹുമാനം ആർജിച്ചെടുത്ത എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മയുടെ വളരെ സജീവ സാന്നിധ്യമായിരുന്ന സണ്ണി പ്ലാന്തോപ്പിലിൻ്റെ അകാല ചരമം. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് അയച്ച വാട്സാപ്പിൻ്റെ മറുപടിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ റെജി പ്രതികരിച്ചതിൽ കൂടെയാണ് എനിക്ക് അറിയുവാനിടയായത്. ഞാൻ റെജിയുടെ വാക്കുകൾ വായിക്കട്ടെ. സർ, ദിസ് ഈസ് റെജി, ഹിസ് വൈഫ്. വിത്ത് എ ഹെവി ഹാർട്ട്, I want to inform you that we lost Sunnychayan this evening. അതായത് ഇന്നലെ. It was a cardiac arrest last evening. He was on life support. Things happen so fast. Please uphold us in your prayer. ഇതാണ് എനിക്ക് കിട്ടിയ സന്ദേശം. അക്ഷരാർത്ഥത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിലായി നിരന്തരമായ സമ്പർക്കത്തിലും ബൗദ്ധികവും ആത്മീയവുമായ കൂട്ടായ്മയിലും ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതിൻ്റെ മുഖ്യ കാരണമെന്ന് പറയുന്നത്, അദ്ദേഹം ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലെൻറ്റ് അല്ലെങ്കിൽ നോമ്പ് സംബന്ധമായ ചിന്തകൾ ക്രോഡീകരിച്ച് ഒരു പുസ്തകം എഴുതുവാൻ താല്പര്യം കാണിക്കുകയും ഞാനത് വളരെ സന്തോഷത്തോടുകൂടെ അംഗീകരിക്കുകയും അങ്ങനെ ഒരു നല്ല ആരംഭം അദ്ദേഹം നടത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ തൂലികയുടെ കഴിവ് എന്നെ നന്നേ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും ഓർത്തിരിക്കും, കുറച്ച് നാളുകൾക്ക് മുൻപ് സണ്ണി എഴുതിയ ഒരു പുസ്തകം, മരണത്തെ പറ്റിയുള്ള ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. സണ്ണിക്ക് തനതായ ഒരു എഴുത്തിൻ്റെ സ്റ്റൈലുണ്ട്. അത് മറ്റാർക്കും അനുകരിക്കാൻ പ്രയാസമാണ്. വേറിട്ട് ചിന്തിക്കുകയും സ്വന്തമായ സ്റ്റൈലിൽ ആശയങ്ങൾ വളരെ കൃത്യമായും ശക്തമായും അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക കഴിവ് സണ്ണിക്കുണ്ടായിരുന്നു. ഞാനത് വളരെയധികം വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദര തുല്യമായ സ്നേഹം എനിക്ക് സണ്ണി പ്ലാന്തോപ്പിലിനോടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിന് അനുദിനം ആഴം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വാർത്ത കേട്ടപ്പോൾ അത് സഹിക്കാൻ അല്പം പ്രയാസമാണ് എന്നെനിക്ക് തോന്നിയത്. ഞാൻ മരണത്തെ അത്ര വലിയ കാര്യമായി എടുക്കുന്ന വ്യക്തിയല്ല. മരിക്കുക മനുഷ്യന് സ്വാഭാവികമാണ്. മനുഷ്യനെ മർത്യനെന്ന് നാം അറിയുന്നുവല്ലോ. എന്നാൽ വളരെ പ്രത്യേകതയുള്ള, സ്നേഹിക്കാൻ കഴിവുള്ള, സ്നേഹിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി ഓർക്കാപ്പുറത്തെ അടിയെന്ന പോലെ പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ അത് നാം നിൽക്കുന്ന അടിത്തറ പിടിച്ച് കുലുക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് ഈ സമയത്ത് എന്താണ് വാസ്തവത്തിൽ പറയേണ്ടതെന്ന് അറിയില്ല.
പ്രിയപ്പെട്ട സണ്ണിയെ നഷ്ടപ്പെട്ട ആ നല്ല കുടുംബത്തിന് ദൈവം തന്നെ ആശ്വാസം പകർന്നു നൽകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഈ കുടുംബത്തോട് നിങ്ങളുടെ ഹൃദയം ചേർത്ത് വെച്ച് അവരുടെ അവസ്ഥയിൽ സഹകരിക്കും, വൈകാരികമായിട്ടെങ്കിലും നിങ്ങളോടുകൂടെ ആയിരിക്കും എന്ന് എനിക്ക് ഉത്തമ വിശ്വാസം. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് സണ്ണി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതാൻ ആരംഭിച്ചിരുന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് എൻ്റെ ചാപ്റ്റർ അല്ല, എൻ്റെ മുഖവുര ഞാനൊന്ന് വായിക്കാൻ പോകുകയാണ്. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നന്ദികേടാകും എന്നതുകൊണ്ട് അത് ഇപ്രകാരമാണ്. ഞാൻ വായിക്കുന്നു. താക്കോൽ പഴുതിലൂടെ ഞാൻ കണ്ട പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു. അതാണ് ശീർഷകം. വിലമതിക്കാനാവാത്ത ഈ ഗ്രന്ഥത്തിൻ്റെ ആശയകർത്താവും കാരണഭൂതനുമായ ഡോക്ടർ വത്സൻ തമ്പുവിനെ കുറിച്ച് ഏതാനും വാക്കുകൾ പ്രഥമമായി കുറിക്കേണ്ടത് അനിവാര്യവും അനിഷേധ്യവുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാൽപാദം ഉറപ്പിച്ച ഡോക്ടർ വത്സൻ തമ്പു പ്രശസ്തമായ ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും വിരമിച്ച് കേരളത്തിൽ വിശ്രമജീവിതം നയിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ആത്മീയവും സാമൂഹികവുമായ ആശയങ്ങളാലും ദർശനങ്ങളാലും സദാ പ്രക്ഷുബ്ധമാണ് എന്ന് പറയുന്നതിൽ തുലവും അതിശയോക്തിയില്ല. കേൾവികേട്ട മാരാമൻ കൺവെൻഷൻ ഉൾപ്പെടെ നിരവധി വേദികളിൽ നടത്തിയിരുന്ന ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായ പ്രഭാഷണങ്ങളിലൂടെ മലയാളികൾക്ക് അദ്ദേഹം സുപരിചിതനെങ്കിലും ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് ഡൽഹി ആസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് പലർക്കും മതിയായ ബോധ്യമില്ല എന്ന സങ്കടത്തോടെ പറയട്ടെ. നിരർത്ഥകമായ ആചാര അനുഷ്ഠാനങ്ങൾക്കും വിശിഷ്യ മതനേതാക്കളുടെ പുരോഹിത വർഗത്തിൻ്റെയും വേദവിരുദ്ധവും അധാർമികവുമായ കാഴ്ചപ്പാടുകൾക്കുമെതിരെ വിമർശനങ്ങൾ ഒന്നുപുറകെ ഒന്നായി തൊടുത്തുവിടുന്ന അദ്ദേഹം മുഖ്യധാരാ സഭകൾക്കും സാത്താന്യ കൾട്ടുകൾക്കും ഒന്നുപോലെ അനഭിമതൻ ആയതിൽ തെല്ലും അത്ഭുതമില്ല. അദ്ദേഹത്തിൻ്റെ ടെമ്പിൾ ഓഫ് തോട്ട്സ് അഥവാ ചിന്തകളുടെ ക്ഷേത്രം എന്ന യൂട്യൂബ് ചാനലിൽ കൂടെയുള്ള ആധികാരിക ഹ്രസ്വ പ്രഭാഷണങ്ങളും പഠന കളരികളും ആത്മീയ വ്യായാമങ്ങളും എല്ലാം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ഊന്നിയുള്ള അചഞ്ചലവും ദാർശനികവും പരിശുദ്ധാത്മ പ്രേരിതവുമായ കണ്ടെത്തലുകളാണ്. തൻ്റെ ദർശനങ്ങളെ സാധൂകരിക്കുന്ന മുൻകാല ദാർശനികരുടെയും വേദപുസ്തക വാക്യങ്ങളുടെയും ഉദ്ധരണികൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഉറപ്പും വിശ്വാസതയും നൽകുന്നു എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. യേശുവിനെ പോലെ പണ്ഡിതനും പാമരനും ഒന്നുപോലെ ഗ്രഹിക്കാനാവുന്ന സമകാലീന ഉപമകളും ദൃഷ്ടാന്തങ്ങളും ഉൾപ്പെടുത്തി വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും നർമ്മത്തിലൂടെ കേൾവിക്കാരുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ കോറിയിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ദർശനങ്ങൾക്കും സംശയങ്ങൾക്കും അർഹിക്കുന്ന വില കൊടുത്തുകൊണ്ടുള്ള ഡോക്ടർ വത്സൻ തമ്പുവിൻ്റെ സവിശേഷ സ്വഭാവം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് ചാരുത വർദ്ധിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ബീജവാപൻ ഡോക്ടർ വത്സൻ തമ്പുവിൻ്റെ യൂട്യൂബ് ചാനൽ കൂടെയുള്ള 40 ദിന നോമ്പുകാല വെളിപ്പെടുത്തലുകളുടെ അഥവാ ധ്യാന ചിന്തകളുടെ ഒരു പദാവിഷ്കാരമാണ് ഈ ഗ്രന്ഥം. അക്ഷരങ്ങൾ കൂട്ടി വിളക്കി അതൊരു ശൃംഖലയാക്കുമ്പോൾ ആശയകർത്താവിൻ്റെ ഖനമേറിയ വല്ലതും എൻ്റെ തൂലികയിൽ നിന്നും ഉതിർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മസ്തിഷ്കത്തിൻ്റെ ന്യൂനതയാണ് എന്ന് സമ്മതിക്കുന്നു. ഡോക്ടർ വത്സൻ തമ്പുവിൻ്റെ ഉത്തമ ആശയങ്ങൾക്ക് ഒരു പുസ്തക രൂപീകരണത്തിൻ്റെ ഊടും പാവും നെയ്തെടുക്കുവാൻ
എൻ്റെ തൂലികയ്ക്ക് ലഭിച്ച ഭാഗ്യവും അവസരവും ഒരു ദൈവനിയോഗമായി കണക്കാക്കുന്നു. താക്കോൽ പഴുതിൽ കൂടെ എനിക്ക് ലഭിച്ച മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം ഈ പുസ്തകത്തിൻ്റെ താളുകൾ മലക്ക് തുറക്കുമ്പോൾ അനുവാചകരെ വലയം ചെയ്യുന്ന ആത്മീയതയുടെ പുതുപുത്തൻ ഊഷ്മള കിരണങ്ങളായി മാറും എന്ന ഉത്തമ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സസ്നേഹം, സണ്ണി പ്ലാന്തോപ്പ്. ഞാൻ സണ്ണി പ്ലാന്തോപ്പിലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് എനിക്ക് കഴിവില്ല എങ്കിലും ഇത്രമാത്രം പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ജൂനിയറായി ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കരയിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ആ കോളേജിൽ പഠിച്ചതിൻ്റെ പല ഓർമ്മകളും വളരെയധികം വില കൽപ്പിച്ച് സണ്ണി കാത്തു സൂക്ഷിച്ചിരുന്നു. സണ്ണി അടുത്തയിടെയാണ് ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് താമസം മാറ്റിയത്. ആ സമയത്ത് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹവും മകളും കൂടെ വന്ന് കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ സമ്മതിച്ചതുമാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ കൂടിക്കാഴ്ച നടന്നില്ല എന്നത് എൻ്റെ ഉള്ളിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു വലിയ നിരാശയായി, പോരായ്മയായി, ശൂന്യതയായി ഭവിക്കും എന്നെനിക്കറിയാം. മാത്രവുമല്ല, കഴിഞ്ഞ 2 ആഴ്ചകളിൽ എൻ്റെ ബ്രദർ ഇൻ ലോ തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കണമെന്നും എപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ചുമതലയും സസന്തോഷം ഞാൻ ഏറ്റുകൊള്ളാമെന്നും ഒക്കെ സണ്ണി പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല എന്നതുകൊണ്ട് ഈ തരുണത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ ക്ഷണം സ്വീകരിച്ചില്ല എന്നത് എന്നെ അതിലും അധികം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പോയിരുന്നുവെങ്കിൽ, സണ്ണിയെ കണ്ടിരുന്നുവെങ്കിൽ എൻ്റെ ആത്മാവിന് കുറച്ചുകൂടെ ശാന്തി ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഞാൻ ഇത്രയും സണ്ണിയെപ്പറ്റി പറയുമ്പോൾ സണ്ണിയെ നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. സണ്ണി പ്ലാന്തോപ്പിൽ ദൈവം നൽകിയ താലന്ത് വിലമതിക്കുകയും അതിനെ ലഭിച്ച അവസരങ്ങൾക്കൊപ്പം അത്യധ്വാനത്തിൽ ഏറ്റവും മഹനീയമായി വികസിപ്പിച്ച് ചിന്തയുടെ ലോകത്തിൽ അഭയം പ്രാപിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തൻ്റെ ജീവനെ കാത്തു സൂക്ഷിച്ച് ധന്യമായ ഈ ലോകത്തിലെ ജീവിതം തികച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾക്കായി സണ്ണി എല്ലാവരുടെയും പ്രതിനിധി എന്ന പോലെ ഞാൻ നന്ദി പറയുന്നു. സണ്ണി ഈ ലോകത്തിൽ വന്നത് നന്നായി. ഞങ്ങളിൽ അനേകർക്ക് നന്നായി, വളരെ നന്നായി. നന്ദി.